അപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മളിന്ന് എക്സിബിഷന് പോയിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. പാലക്കാട് ഫെസ്റ്റ് എക്സിബിഷൻ. അപ്പോൾ 2 എക്സിബിഷൻ ഉണ്ടായിരുന്നു. ഒന്ന് നമ്മൾ രണ്ടും പാലക്കാട് ഫെസ്റ്റ് തന്നെയാണ്. മറ്റേ ഒന്ന് പൂവില്ലേ ഗാർഡൻസിൻ്റെ, അത് എനിക്കിഷ്ടമല്ല ഒന്നാമത്. പിന്നെ ഇത് നമ്മളിന്ന് മറ്റേ വള്ളത്തിൻ്റെ ഇങ്ങനെ വരണം കേട്ടോ ഗൈസ്. അടിപൊളിയായിട്ടുണ്ട് എന്നാണ് കുറേ പേര് പറയുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കാം കേട്ടോ ഗൈസ്. യൂട്യൂബേഴ്സിന് അത് കാരണം യൂട്യൂബേഴ്സിന് ഇതേപോലെ അവിടെ ഫ്രീ ആയിട്ട് കയറാൻ പറ്റുമായിരുന്നു അത്രേ. ബട്ട് അതിൻ്റെ ആൾക്കാർ ഇപ്പം ഇല്ല, അതുകൊണ്ട് കയറാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് ഗൈസ്. കുഴപ്പമില്ല ഗൈസ്, നമുക്കിപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിൽ കയറാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ കുറച്ച് വലിയ വീഡിയോ ആയിരിക്കും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങളെല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് പറയൂ കേട്ടോ ഗൈസ്. ഞാനിന്ന് മൊത്തം ഉമ്മാൻ്റെ അടുത്ത് എടുക്കാനാട്ടോ പറഞ്ഞിരിക്കുന്നത് ഗൈസ്. കാരണം ഇന്ന് മൊത്തം ഞാൻ ചിലപ്പോൾ നനയാനൊക്കെ ഉള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് എടുക്കാനെന്ന് മൊത്തം പറഞ്ഞിരിക്കുന്നത് കേട്ടോ ഗൈസ്. പിന്നെ മിക്ക വീഡിയോസിൽ എന്നെ പെടുന്നില്ല, അതുകൊണ്ട് പിന്നെ ഞാൻ ഇപ്രാവശ്യം ഉമ്മാൻ്റെ അടുത്ത് മൊത്തം എടുക്കാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. ചില വീഡിയോസൊക്കെ ഉമ്മ തന്നെ കേട്ടോ ഗൈസ് ഫുൾ എടുക്കാറ്. ഞാൻ ഉമ്മാൻ്റെ അടുത്ത് എടുക്കുമോ ചോദിക്കും. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ എക്സിബിഷനിൽ കയറിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് ഇത് ഗൈസ്, കണ്ടോ ഇവിടെ മുകളിൽ കുറേ മറ്റേ കുടകളുണ്ട് ഗൈസ്. പിന്നെ ഇത് ഒരു ബട്ടർഫ്ലൈ ഒരു ഫ്ലവറിൻ്റെ മുകളിൽ ഇരിക്കുന്നത് കാണാമായിരിക്കും ഗൈസ് നിങ്ങൾക്ക്. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗൈസ്. ആരും അത് ചെയ്യാൻ മറക്കരുത് ഗൈസ്. ഇതൊക്കെ സ്കോർപ്പിയോണൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. കുറച്ച് നല്ല രസമുണ്ട് ഗൈസ്. എൻ്റെ സൗണ്ടിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സൗണ്ടിന് ഒരു വ്യത്യാസം, എന്താണെന്നറിയില്ല കേട്ടോ ഗൈസ്. ഉണ്ടെങ്കിൽ ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കുക ഗൈസ്. നമുക്ക് കമൻറ്റുകൾ വളരെ കുറച്ച് കിട്ടുന്നുള്ളൂ ഗൈസ്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഗൈസ് കമൻറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെ പറയണത് ഇടും കേട്ടോ ഗൈസ്. കാരണം അതിങ്ങനെ കേട്ട് വായിക്കാൻ നല്ല രസം കേട്ടോ ഗൈസ്. ഞാനിങ്ങനെ കുറേ വീഡിയോസിലൊക്കെ കാണുമ്പോൾ അവർക്കൊക്കെ കുറേ കമൻറ്റുകൾ കാണും, എന്നിട്ട് അവർ ഇങ്ങനെ അതൊന്നും നോക്കാറില്ല. അത് കാണുമ്പോൾ എനിക്ക് വിഷമം. ആ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ യൂസ് ആക്കുന്നുള്ളതും അവർക്കത് കിട്ടിയിട്ട് അവർ ചെയ്യണില്ല എന്നുള്ളതും കൂടി നോക്കുമ്പോൾ എനിക്ക് അതൊരു വിഷമം തന്നെയാണ് കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ ഗൈസ് ഇതവിടെ ഹണി ബീ ഉണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്. ഞാനൊക്കെ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്റർ ഒരു ദിവസം ആയിക്കഴിഞ്ഞാൽ ഇതാണ് ഗൈസ് മാൻഡിസ്. അപ്പോൾ ഗൈസ് ഞാൻ ഇതേപോലെ ഒരു വട്ടം ഇങ്ങനെയൊക്കെ ഒരു വലിയ കണ്ടന്റ് ക്രിയേറ്ററായി ഞാൻ ഒരു കമൻറ്റ് പോലും മിസ് ചെയ്യാണ്ട് നോക്കും കേട്ടോ ഗൈസ്. എനിക്ക് മാക്സിമം എല്ലാ കമൻറ്റും നോക്കണം. ഇങ്ങനെ ഓരോ കമൻറ്റ് വെക്കുമ്പോഴും ഭയങ്കര രസം കേട്ടോ ഗൈസ്, കുറേ കമൻറ്റുകളൊക്കെ വരുമ്പോൾ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ മൊത്തം DJ ലൈറ്റ്സ് മൊത്തം ഉണ്ട് കേട്ടോ ഗൈസ്. ഈ ഒരു ഇത് മാത്രമാണ് ഒരു ഇൻറ്റേർണൽ തിങ് കേട്ടോ. ഇനി ഇൻറ്റേർണൽ തിങ് അപ്പുറത്തെ സൈഡാണ്. അതിൻ്റെ ഇടയിൽ ഒരു ഓപ്പൺ സ്പേസ് ആയിട്ടുള്ള നമ്മുടെ മെയിൻ ആയിട്ടുള്ള വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പുറത്തെ സൈഡ് ഗാർഡനാണ്, അപ്പുറത്തെ പാലക്കാട് ഫെസ്റ്റ്. ബട്ട് ഗാർഡൻസ് ഒട്ടും പോരാ എന്നാണ് ഞാൻ കേട്ടത് ഗൈസ്. എനിക്ക് പിന്നെ ഒഫീഷ്യലി എനിക്ക് പറ്റില്ല, കാരണം പൂക്കൾ എന്താണ് ഗൈസ് വലുതായിട്ടൊന്നുമില്ല. നമ്മൾ ഊട്ടിയിൽ അങ്ങനെ കുറേ സ്ഥലത്ത് എപ്പോഴും പോവും, വലിയ രസമൊന്നുമില്ല. ഹൈ എക്സ്പെക്റ്റേഷനിൽ കൂടെ പോവും, ലോ റിയാലിറ്റിയിൽ വരും പറയുന്ന പോലെയാണ് ഗൈസ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്നും കൂടി ഞാൻ ലാസ്റ്റായിട്ട് പറയണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ ഗൈസ്. ഇവിടെ കുറേ ഫോട്ടോസെൻറ്റിക് പ്ലേസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇവിടെ പിന്നെ ഒരു പ്ലാന്റ്സിൻ്റെ ഒരു ജിറാഫ്, അങ്ങനെ ഒരു നല്ലൊരു പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പാട്ടുകൾ നമുക്ക് ഇടാൻ പറ്റില്ല, കോപ്പിറൈറ്റ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. എനിക്ക് ഓരോ കമൻറ്റ് വായിക്കാനും നല്ല ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മാക്സിമം ശ്രമിക്കുക കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇവിടെ കുറേ പൂക്കളുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള തിങ് 2 വാട്ടർഫാൾ ഉണ്ട് കേട്ടോ. ആ സൈഡും കൂടി ഒന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അതിന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഗൈസ്. ഇത് വീക്കെൻഡിലല്ല നമ്മൾ വീക്കെൻഡിലാണ് കേട്ടോ പോയത്, അതുകൊണ്ടായിരിക്കും അറിയില്ല. ബട്ട് എൻ്റെ ഒരു പപ്പാൻ്റെ ഫ്രണ്ട് ഇതേപോലെ പോയിട്ടുണ്ടായിരുന്നു, വീക്കെൻഡിലല്ല. എന്നിട്ടും ഇത്ര തിരക്കുണ്ടെന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഗൈസ്. ഇത് അത്രയ്ക്കും വലിയ സംഭവമാണോന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഒരു ഹോണസ്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഗൈസ് ഇത് മിഡാണ്, ഗുഡല്ല എന്നാൽ ബാഡും അല്ല. പറഞ്ഞാൽ ഇവിടെ നിന്ന് ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് എനിക്ക് നല്ലൊരു തൃപ്തി ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഒന്നും ഓവർ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഗൈസ്. ഇനി നമ്മൾ RC കാറിൻ്റെ വീഡിയോ കൂടി വരുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര കാലം അത് ഇട്ടിട്ടില്ല, എനിക്ക് കിട്ടിയിട്ട് അത്യാവശ്യം സമയമായി ഗൈസ്. ഞാൻ ആ ഒരു RC കാറിൻ്റെ വീഡിയോ കൂടി വരുന്നുണ്ട്. ഇവിടെ മൊത്തം പാട്ട് കേട്ടോ ഗൈസ്, നല്ല ഹൈ വോളിയത്തിൽ പാട്ടുണ്ട്, നല്ല രസം കേട്ടോ. പാട്ടില്ലെങ്കിൽ വേറെ പ്രശ്നങ്ങൾ പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു ഇതാവും ഗൈസ്. കുറേ പേര് ഇങ്ങനെ നനഞ്ഞ് നിൽക്കണ്ടായിരുന്നു. എനിക്ക്
മൊത്തം നനയണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പപ്പ വേണ്ടാന്നും പറഞ്ഞു. അതുമാത്രമല്ല നനഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോണ സ്ഥലങ്ങൾക്കൊന്നും പിന്നെ നനഞ്ഞിട്ട് പറ്റില്ല. പിന്നെ ഡ്രസ്സ് ഈ ഇടയ്ക്ക് എടുത്ത ഡ്രസ്സാണ് കേട്ടോ. അതുമാത്രമല്ല അത് നനച്ചാൽ പിന്നെ അവിടെ നിന്ന് ഇതാവും. എടുക്കുകയാണെങ്കിൽ മറ്റേ ഈ ജേഴ്സി ടൈപ്പ് അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ജേഴ്സി പാൻറ്റോ അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ടോ ആണെങ്കിലും വേണമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഗൈസ് കാണാൻ. വീഡിയോയിൽ അങ്ങനെയാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ബട്ട് നല്ല രസമുണ്ടായിരുന്നു അവിടെ പോയി ഇങ്ങനെ നിൽക്കാൻ. ഞാൻ ഫസ്റ്റൊക്കെ കാലൊക്കെ കുറേ നനച്ചു കേട്ടോ ഗൈസ്, നല്ല രസമായിരുന്നു. അർസും പിന്നെ എൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ഉമ്മച്ചി അവനെ നനച്ചു കേട്ടോ. അല്ല ചെറുതായിട്ട് കാലിൽ നനച്ചൊന്നും ഉദ്ദേശിച്ച് ഞാൻ കയറാൻ പോയി. വേറൊരു കോമഡി പറഞ്ഞാൽ ഞാൻ കുറച്ച് നേരം നിൽക്കുന്നതിന് ശേഷം ഒരാൾ എൻ്റെ മുകളിലേക്ക് വഴുക്കി കുറച്ച് മുകളിൽ അയ്യോ, എന്നിട്ട് ഞാൻ അവൻ്റെ മുകളിൽ കൂടി വീണു കേട്ടോ ഗൈസ്. അവൻ വഴുക്കിയിട്ട് എൻ്റെ കാലിൽ അറിയാതെ തട്ടി. അപ്പോൾ ഞാൻ വഴുക്കി അവൻ്റെ മുകളിൽ തന്നെ വീണു. എന്നിട്ട് എല്ലാവരും കൂടി ചിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. എന്നിട്ട് എന്തെങ്കിലും പറ്റിയോന്നൊക്കെ ചോദിച്ചു. ഒന്നും പറ്റിയൊന്നുമില്ല ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇന്നത്തെ സൗണ്ട് മാക്സിമം ഞാൻ നന്നാക്കാൻ നോക്കുന്നുണ്ട് ഗൈസ്. എനിക്കെന്താണെന്നറിയില്ല, ഈ കണ്ടിന്യൂസ് പറയാനാണ് ഗൈസ് ഇന്ന് നമ്മൾ താല്പര്യപ്പെടുന്നത് ഗൈസ്. നമ്മൾ ലെയർ ആക്കുന്നില്ല ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ, കാരണം ഇറ്റ്സ് ലോങ്. അപ്പോൾ ഗൈസ് ഇതാണ് ഇവിടുത്തെ മെയിൻ ഒരു തിങ്, വാട്ടർഫോളാണ്. അപ്പോൾ വാട്ടർഫോളിൽ കുറച്ച് റെയിൻബോ കളർ ലൈറ്റ്സ് അങ്ങനെ എല്ലാ ലൈറ്റ്സും ഉണ്ട് കേട്ടോ ഗൈസ്. ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ വരണമെങ്കിൽ ഇത് അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അതുമാത്രമല്ല നിങ്ങൾ ജേഴ്സിയൊക്കെ എടുത്തിട്ട് വരികയാണെങ്കിൽ ശരിക്കും പറയാമല്ലോ നിങ്ങളുടെ കിഡ്സിനും നിങ്ങൾക്കൊക്കെ നല്ല എൻജോയ്മെൻ്റ് ആയിരിക്കും കേട്ടോ ഗൈസ്. ഇവിടെ നല്ല തിരക്കുണ്ടെന്നുള്ളൂ. ഇത് ഉടനെ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ് തോന്നുന്നു. ഇത് ഏകദേശം നമ്മൾ കഴിയാറാകുമ്പോഴാണ് വന്നത് ഗൈസ്. ഇത് നമ്മൾ വന്നത് ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഗൈസ്, ഞാൻ അന്വേഷിച്ചിട്ടില്ല. നമ്മൾ പോയത് അതും എനിക്ക് അപ്പോഴൊന്നും ഓർമ്മയില്ല. അപ്പോൾ ഗൈസ് മാക്സിമം എല്ലാവരും കാണാൻ നോക്കുക. അപ്പോൾ ഗൈസ് ഇനി നമ്മൾ മാക്സിമം ഷെഡ്യൂൾ ആക്കാൻ നോക്കുക കേട്ടോ ഗൈസ്. ഇനിയുള്ള വീഡിയോസ് ഇങ്ങനെ തുടർന്ന് വരുന്ന പോലെ ആണ് ഗൈസ് നമ്മൾ ഇനി പ്ലാൻ ചെയ്യണത്. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു ക്യാമൽ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല, കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാനുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഇത് ഒരു DJ അമ്യൂസ്മെൻ്റ് എന്നാണ് കേട്ടോ ഈ ഒരു ഇതിൻ്റെ പേര്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഗൈസ് വാട്ടർഫോളൊക്കെ ആയിട്ട്. ഇത് അത്യാവശ്യം ഞാൻ യൂട്യൂബിൽ ഒരു അത്യാവശ്യം ഒരു 5-6 വീഡിയോസൊക്കെ കണ്ടു. പിന്നെ ഇവിടെ പോയി. ഇവിടെ ഈ ഒരു സ്ഥലത്ത് എന്താണ് പ്രത്യേകത ഗൈസ്, നമ്മൾ അതിൻ്റെ ഏറ്റവും അറ്റത്ത് പോയാൽ അത്ര വെള്ളം നമ്മുടെ മുകളിലേക്ക് തെറിക്കില്ല. ബട്ട് നമ്മൾ ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നിൽക്കാൻ പോണ സ്ഥലത്ത് മാത്രമേ തെറിക്കണുള്ളൂ. അതുകൊണ്ട് ഈ ഒരു സമയം കേട്ടോ ഗൈസ് നല്ല അടിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ തുള്ളി ഇവിടെ നിന്ന് നല്ല ഉണ്ടായിരുന്നു ഗൈസ്. ബട്ട് അപ്പുറത്ത് പോയപ്പോൾ ഒരു ദൂരം ഇല്ല കേട്ടോ ഗൈസ്. ആ ഒരു അറ്റത്ത് ഞാനും പപ്പയും കൂടി പോയി നോക്കി, ഒന്നുമില്ല അവിടെ. ഒന്നുമില്ല പറഞ്ഞ ഗൈസ്, ഒന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് ഗൈസ് അവിടെയാണ് ഏറ്റവും വരേണ്ടത്. ബട്ട് ഗൈസ് നല്ല ഇതുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. കാണണമല്ലേ നമ്മുടെ മോളിക്ക് നല്ല അടിക്കണ്ടായിരുന്നു. തുള്ളു തലയൊക്കെ ഇങ്ങനെ നനഞ്ഞപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു തോണി ഉണ്ടായിരുന്നു. ഇത് അനങ്ങാത്ത തോണികളാണ്, അല്ല തോണി പറഞ്ഞാൽ ഒരു സ്റ്റിപ്പ്. പിന്നെ വണ്ടർ വെൽക്കം പറഞ്ഞിട്ട് നമ്മൾ മുകളിൽ കണ്ടു. അപ്പോൾ ഗൈസ് ഇതാണ് എക്സിറ്റ് കേട്ടോ ഗൈസ്. ചിലവർ ഫസ്റ്റ് ഞങ്ങളെല്ലാവരും വിചാരിച്ചത്, ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവരും വിചാരിച്ചത് ഇനി എക്സിറ്റ് ഇല്ല എന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞു അവിടെ ബോർഡൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ എക്സിറ്റിൻ്റെ. ഇവിടെ കുറേ കടകളുണ്ടായിരുന്നു കേട്ടോ, സ്റ്റാള് ഇഷ്ടം പോലെ. ബട്ട് അത്ര ഇമ്പ്രസ് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സാധാരണ മസാജർ ടോയ്സുകൾ ഇവിടെ കുറവായിരുന്നു. എന്തായാലും ഇവിടെ ഫുഡുകൾ ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീമും പോപ്കോണും പിന്നെ ഈ പൊട്ടാറ്റോ സ്ലൈസ് അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എനിക്ക് ഈ പൊട്ടാറ്റോ എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പേര് ഇതേപോലെ പൊട്ടാറ്റോ ആണ് കേട്ടോ ഗൈസ്. ഞാൻ ആരാ പേര് എന്ന് പറയുന്നില്ല, വെച്ചിട്ട് തുടങ്ങുന്നത്. ഇനീഷ്യൽ ഒന്നും പറയുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് അദ്വൈത് എന്നാണ് കേട്ടോ ഗൈസ്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നത്. എനിക്ക് ഈ പൊട്ടാറ്റോ എന്ന് പറയുമ്പോൾ അവൻ്റെ പേരാട്ടോ ഏറ്റവും കൂടുതൽ ഓർമ്മ വരിക. അപ്പോൾ ഗൈസ് ഇതിപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നടന്ന് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇന്നത്തെ വീഡിയോ ഞാൻ മൊത്തം പറഞ്ഞ പോലെ ഉമ്മാൻ്റെ അടുത്തായിട്ട് എടുക്കാൻ പോണത് ഗൈസ്. ഇവിടെയൊക്കെയാണ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ലാസ്റ്റ് കേട്ടോ എക്സിറ്റിൻ്റെ അവസാനം ഒരു സമയത്തൊക്കെയാണ് ഗൈസ് നമ്മൾക്ക് ഈ ഫുഡും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഗൈസ് നിങ്ങൾ ഈ പാലക്കാട് ഫെസ്റ്റ് പോയിട്ടുണ്ടോ ഗൈസ്? നിങ്ങളൊരു പാലക്കാടിയാനാണെങ്കിൽ നിങ്ങൾ എന്തായാലും പോകേണ്ടതാണ്. അപ്പോൾ ജസ്റ്റ് ചോദിച്ചു എന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവർ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് കേട്ടോ ഗൈസ്. ഞാൻ ഇടയ്ക്ക് പറയുന്നത് നിങ്ങൾക്ക് ഇടങ്ങാറ് ആവുണ്ടെങ്കിൽ സോറി കേട്ടോ ഗൈസ്. എന്താണെന്നറിയില്ല, ഇടയ്ക്ക് വായിൽ വരുന്നതാണ് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ നേരം ഫുഡൊന്നുമില്ല,
ഞാൻ പറയാലോ, നിങ്ങൾ ഹൈ എക്സ്പെക്റ്റേഷൻസ് ആയിട്ട് ഇവിടെ വരാൻ പാടില്ല. അത്യാവശ്യം രസമുണ്ട്. എന്നാൽ പിന്നെ ഞാനിപ്പോൾ പണ്ടത്തെ വീഡിയോസ് പറഞ്ഞാൽ തുടങ്ങുമ്പോൾ ഞാൻ എല്ലാത്തിനും ഓവറായിട്ട് പൊക്കി പറയും. എനിക്കത് ഓർക്കുമ്പോൾ ഇപ്പോൾ എന്തോ പോലെ തോന്നും ഗൈസ്. അത് പറഞ്ഞാൽ ഞാൻ എല്ലാത്തിനും നല്ല പൊക്കി പറയും. ഇത് എന്താണെന്ന് എനിക്കത് അറിയില്ല. ബട്ട് നമ്മൾ ഗൈസ്, ഞാൻ നിങ്ങളുടെ ഒരു കഥ പറഞ്ഞു തരാണ്. ഞാനൊരു പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഷോപ്പിൻ്റെ, ഒരു SA ട്രേഡിംഗ് പറഞ്ഞ ഒരു ടൈൽസ് ഷോപ്പിൻ്റെ ഒരു ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അവർക്ക് എന്നിട്ട് കച്ചവടം കിട്ടിയിട്ടോ ഗൈസ്. ഞാനത് എന്നിട്ട് പറഞ്ഞിട്ടില്ല. ബട്ട് അവർക്ക് കച്ചവടം കിട്ടി ഗൈസ്, അതും 1 lakhൻ്റെ അടുത്ത് കേട്ടോ. എനിക്ക് നല്ല സന്തോഷമായി. അവർ ദൂരത്തു നിന്ന് എൻ്റെ വീഡിയോ കണ്ടിട്ട് വരികയാണ് കേട്ടോ ഗൈസ്. സത്യം പറയാൻ ആ ഒരു സന്തോഷം, സത്യം പറഞ്ഞാൽ നമുക്ക് അതേപോലെ ആ ഒരു സന്തോഷം പറയാലോ, സത്യം പറയാലോ അടിപൊളിയായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റാളിൻ്റെ അറ്റം ഗൈസ്. ഇവിടെ മിലാൻ ചാട് ബണ്ടർ, പിന്നെ അവിടെ പൊട്ടാറ്റോ സ്ലൈസ്, അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ ഗൈസ്. ഐസ്ക്രീം ഇവിടെ ഉണ്ട്, പോപ്കോൺ ഇവിടെ ഉണ്ട്. പോപ്കോൺ പുറത്തുനിന്ന് കേട്ടോ നമ്മൾ വാങ്ങിയത്, അതിൻ്റെ വീഡിയോ ഇവിടെ ഉണ്ട്. ഇതിൽ ഒരു വട്ടം ഞങ്ങൾ വേറെ കുറച്ച് റൈറ്റ്സിൽ കയറുന്നുണ്ട് ഗൈസ്. ഇത് സാധാരണ ഒരു ഫെസ്റ്റ് പോലെയല്ല. സാധാരണ ഒരു പാലക്കാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ യന്ത്രൂനല്ലേ, സ്ലോ ആയിരിക്കില്ലേ. ബട്ട് ഇന്ന് നമ്മൾ കയറിയത് നല്ല ഫാസ്റ്റ് ആയിരുന്നു. എന്തോന്നറിയില്ല, നല്ല ഫാസ്റ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. താഴേക്കൊക്കെ പോകുമ്പോൾ വയറ് ഗ്ലു ആയിക്കൊണ്ടിരിക്കുകയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് ഗൈസ് മസ്ക ബൺ ആൻഡ് ഇറാനി ടീ. അയ്യോ, ഇതൊരു ഫേമസ് ആണ് ഗൈസ്. ഇത് അറിയാലോ, 5 പൈസയ്ക്ക് ഉള്ളില്ല. അയ്യേ, ഒരു ടേസ്റ്റും ഇല്ല ഗൈസ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. എന്താണെന്നറിയില്ല, എനിക്കായി പണ്ട് കഴിച്ചിട്ട് ഒരു ടേസ്റ്റ് തോന്നുന്നില്ല. മപ്പും പിടിക്കും അതിൻ്റെ ഇടയിൽ. ശരിക്കും ഇതൊക്കെ എങ്ങനെയാവോ ട്രെൻഡിങ് ആയത്, ആരാറോ ട്രെൻഡിങ് ആക്കിയത്. എന്തായാലും അത്ര മോശമൊന്നുമല്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടമായില്ല. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രം കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ ഒപ്പീനിയനും താഴെ പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ അതാ ചെറിയൊരു വണ്ടിയുണ്ട്, ട്രെയിന്. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ പുറത്തേക്ക്. ഇവിടെ ഹൊറർ ഹൗസ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മൾ ആകെ കയറിയത് 2 റൈഡിലാണ്. ബാക്കിയൊന്നും പോരാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചെറിയ കുട്ടികൾക്കുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇതാ ഇവിടെ ഇത് എൻ്റെ കയ്യിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇങ്ങനത്തെ ഇതിപ്പോൾ അതിൻ്റെ അടിയിലുള്ള ആ ഒരു ഇത് കണ്ടില്ലേ, ഗണ്ണ് ഇങ്ങനെ സ്റ്റാക്കായി ഇരിക്കുന്നത്. അത് അർജാൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. അവൻ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട്. ഇതാ ഗോസ്റ്റ് ഹൗസാണ് ഗൈസ് ഇവിടെ ഉള്ളത്. ഞാൻ ഗോസ്റ്റ് ഹൗസിൽ ഫസ്റ്റ് പോകാറുണ്ട്. പിന്നെ ഗോസ്റ്റ് ഹൗസിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ പോയില്ല കേട്ടോ ഗൈസ്. കുറേ സൗണ്ട് എന്നൊക്കെ പറഞ്ഞ് കുറേ സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ കാണാൻ എല്ലാവരും ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഗൈസ്, നമ്മൾ ഫസ്റ്റ് കയറിയത് ഒരു കാറിൻ്റെ ആയിരുന്നു. ഒരു കാർ ഇങ്ങനെ വട്ടം കറങ്ങണം കേട്ടോ ഗൈസ്. ഞാൻ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇതിവിടെ ട്രാമ്പുലുണ്ട്. പണ്ടൊക്കെ ഞാൻ കയറിയിരുന്നു. ഇപ്പോൾ ഏജ് മാറി മെച്യൂരിറ്റി കൂടി. ഇതിൽ ഞാൻ കയറിയിട്ടോ ഗൈസ്. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഫസ്റ്റ് നല്ല സ്പീഡായിരുന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുണ്ടായിരുന്നു ഫസ്റ്റത്തൊക്കെ നമ്മൾ കയറിയത്. പിന്നെ നമ്മൾ നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക ഗൈസ്. ഞാനും ഉമ്മയും കൂടി ഇരിക്കേണ്ട ഒരു ഗ്രീൻ കളർ. ഇത് ഗൈസ് കണ്ട അതാ ഒരു ഗ്രീൻ മഫ്തയിലും ഇരിക്കേണ്ടത്. ഗൈസ് നമ്മളടുത്തെത്തി. ശരിക്കും പറയാൻ ഇതൊരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ് ഈ എക്സ്പീരിയൻസ്. ഗൈസ് ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിരുന്നു. ഞാനിപ്പോൾ മാത്രം ഈ ഒരു ക്ലിപ്പ് മാത്രം ഞാൻ ഒന്ന് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ ഗൈസ്, നിങ്ങളെ വെറുതെ ബോറടിപ്പിക്കേണ്ട പറഞ്ഞിട്ടാണ്. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മളുടെ നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റൊക്കെ നല്ല സ്പീഡ് ഉണ്ടായിരുന്നു, പിന്നെ സ്ലോ ആയി തുടങ്ങി. പിന്നെ ലാസ്റ്റ് നല്ലൊരു സ്പീഡിൽ വന്നു കേട്ടോ. ശരിക്കും പറയാമല്ലോ, വയറൊക്കെ ഇതിൽ കയറണമെന്ന് പറഞ്ഞിട്ടൊക്കെയായിരുന്നു. ബട്ട് ഞാൻ ഒറ്റയ്ക്ക് കയറണപ്പോൾ പിന്നെ എനിക്ക് മടിയായി. പിന്നെ ഇതിൽ ക്യൂ നിൽക്കണം അത്യാവശ്യം. ഇതേപോലെ നമ്മൾ പിന്നെ യന്ത്ര ഊഞ്ഞാലിൽ കൂടി കയറിയിട്ടാ. ഉമ്മയൊക്കെ അതിൽ ധൈര്യം ഉണ്ടായിരുന്നു യന്ത്ര ഊഞ്ഞാലിൽ. കാരണം യന്ത്ര ഊഞ്ഞാൽ ഒന്നുമില്ല എന്നായിരുന്നു ഉമ്മേൻ്റെ ചിന്ത. ബട്ട് ഇറ്റ്സ് വാസ് എഗെയിൻസ്റ്റ് ബ്രോ. ഇറ്റ് വാസ് ഡെഫിനറ്റ്ലി എഗെയിൻസ്റ്റ് ആയിരുന്നു. കാരണം ഇത് നല്ല സ്പീഡിലായിരുന്നു കറങ്ങണത്. നമ്മൾ വിചാരിച്ചാൽ മെല്ലെ എന്നല്ല ഇറങ്ങി. ഇത് റുന്ന് കൊണ്ട് കറങ്ങിയത് ഗൈസ്. ശരിക്കും യന്ത്ര ഊഞ്ഞാൽ പറഞ്ഞാൽ നമ്മളത് എക്സ്പെക്റ്റ് ചെയ്തില്ല, അത്രയും സ്പീഡും കാര്യങ്ങളും. ബട്ട് അടുത്തേക്ക് പോയി നോക്കും, അർസു വന്നു കേട്ടോ. അതാണ് നമ്മൾ മെല്ലെ പോകുകൊണ്ട് അർസുവിനെയൊക്കെ വിളിച്ചിട്ട് എന്നിട്ട് ഞാൻ കുറച്ച് പോപ്കോൺ എടുത്ത് കഴിച്ചു. നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഇപ്പോൾ പോപ്കോൺ വാങ്ങിയത് നിങ്ങൾ കണ്ടു എന്ന് എനിക്കറിയില്ല. വാങ്ങിയത് വീഡിയോ എടുത്തിട്ടില്ല തോന്നുന്നു ഗൈസ്. അല്ലെങ്കിൽ ഇപ്പോഴേക്കും വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊക്കെ ഉണ്ടൊക്കെ അതിൻ്റെ നല്ല സ്പീഡ് കിട്ടുക ഗൈസ്. സാധാരണ എൻ്റെ യന്ത്ര ഊഞ്ഞാൽ ഇങ്ങനെ ടുൺ 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 ഇങ്ങനെ മെല്ലിൽ പോകും. അത് അത്യാവശ്യം നല്ല സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ ഇവിടെ
കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. പിന്നെ ആകെ വലുതായിട്ട് 4 റൈഡ്സാണ് ഉള്ളത്. അതിൽ ഒന്ന് നേരത്തെ കയറിയത്, പിന്നെ ഒന്ന് യന്ത്ര ഊഞ്ഞാല്, പിന്നെ തോണീൻ്റെ വയർ ഇതാവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഒരു തോണിയിൽ ഞാൻ കയറിയില്ല കേട്ടോ. ഇത് നല്ല ഹൈറ്റിൽ പോകുന്നുണ്ട് കേട്ടോ ഗൈസ്, നല്ല രസമായിരിക്കും. കുറേ നിലവിളി കേൾക്കുന്നുണ്ട്, എന്നാലും അതിൽ ഞാൻ കയറിയില്ല. പിന്നെ ഈ ഒരു ഇതും ഞാൻ കയറണം പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് മടിയാണ് പറഞ്ഞില്ല, അതിൽ ഞാൻ കയറിയില്ല. അപ്പോൾ ഗൈസ് ഇതാ നമ്മുടെ ടേൺ അടുത്തടുത്തടുത്ത് വരികയാണ് ഗൈസ്. അപ്പോൾ ഗായ്സ് എന്താണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെയും കമൻറ്റും തോട്ട്സും കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കമൻറ്റ് ചെയ്യണം ഗൈസ്. ഇറ്റ്സ് മോസ്റ്റ് വാല്യുബിൾ ടു മീ. നിങ്ങളുടെ ഓരോ കമൻറ്റും ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ഇല്ലേ ഒരു റൗണ്ട് പിന്നെ ഞാനാണ് ഏറ്റവും അറ്റത്ത്, ഞാനും വേറെ ഒരാളും എന്നിട്ട് ഏറ്റവും അറ്റത്തെത്തിയിട്ട് അത് ഒരു റൗണ്ട് കൂടി വെയിറ്റ് ചെയ്യേണ്ടാവുന്നു ഗൈസ്. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് നേരം അറിയില്ല. ബട്ട് ഗൈസ് കണ്ട അത്യാവശ്യം നല്ല ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. വയറ് മോളിക്ക് പോകുമ്പോൾ നല്ല രസമാണ്, പിന്നെ താഴേക്ക് പോകുമ്പോൾ മറ്റേ വയറൊരു ഇതുപോലെയാവും. ഇത് നല്ല രസമായിരുന്നു ഗൈസ്. ഞാനും ഉമ്മയും പപ്പയും അർജനും കൂടി ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് വിചാരിച്ചു, ബട്ട് പറ്റിയില്ല കേട്ടോ ഗൈസ്, അവർ സമ്മതിച്ചില്ല. ഈ സ്പീഡ് കണ്ടപ്പോൾ ഫസ്റ്റ് അർജൻ പേടിക്കുന്നതാണ് വിചാരിച്ചു ഗൈസ്. ഫസ്റ്റൊക്കെ പേടിയാണ് പറഞ്ഞു, പിന്നെ ഫുൾ ധൈര്യം ഇതായി കേട്ടോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ നല്ല ഇഷ്ടമായെന്ന് ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നു. ഞാൻ റിപ്പീറ്റ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം, എന്നാലും ഗൈസ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. എനിക്ക് കമൻറ്റുകളൊക്കെ വായിക്കാൻ നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഇപ്പോൾ നമുക്ക് കമൻറ്റ് കുറച്ചേ കിട്ടുന്നുള്ളൂ, അതും കൂടിയാണ് കേട്ടോ വേറൊരു റീസൺ ഞാൻ അങ്ങനെ വെറുതെ റിപ്പീറ്റായി പറയാൻ കാരണം. അപ്പോൾ ഗൈസ് ഈ ഒരു സമയം നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. കണ്ടോ ഇപ്പോൾ ഫാസ്റ്റ് കൂടി. ഇങ്ങനെയായിരുന്നു ആ ഒരു ഇത് പോയത്. ഞാൻ അപ്പോൾ സ്പീഡിലൊന്നും ഇട്ടിട്ടില്ല ഗൈസ്, ഇങ്ങനെയായിരുന്നു ആ ഒരു ഇത് പോയിക്കൊണ്ടിരുന്നത്. കാർട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. എനിക്ക് അർജുൻ്റെ റിയാക്ഷൻ കാണണം എന്നൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അവർ സമ്മതിച്ചില്ല ഗൈസ്. എന്തു പറയാൻ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഞാൻ ഈ ഒരു വീഡിയോയിലില്ല. അങ്ങനെ ഉമ്മയും പപ്പയും ഒരു കാർട്ടിൽ, ഉമ്മയും പപ്പയും അർജൻ്റെ ഒരു കാർട്ടിൽ, ഞാൻ വേറൊരു കാർട്ടിൽ കേട്ടോ. ഞാൻ ആ ഒരു അപ്പുറത്തെ കാർട്ടിലായിപ്പോയി ഗൈസ്. അതെനിക്ക് നല്ല വിഷമം ഉണ്ടായി. എന്നാലും അവർ ചോദിച്ചു, പപ്പ കുറേ ചോദിച്ചൊക്കെ നോക്കി, എന്നാലും അവർ നെയിമോണെന്ന് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു. ഫസ്റ്റ് എല്ലാവരും കയറ്റും മെല്ലെ കയറി കഴിഞ്ഞ് പോയിട്ടോ ഗൈസ്. പിന്നെ എന്താണ് മെല്ലെ കയറി പോയി കഴിഞ്ഞിട്ട് പിന്നെയാണ് സ്പീഡ് തുടങ്ങുന്നത്. ഫസ്റ്റ് എല്ലാവരും കയറ്റിയിട്ട് പിന്നെ സ്പീഡ് ഇങ്ങനെ കൂട്ടി വരും കേട്ടോ ഗൈസ്. മുകളിൽ ഫസ്റ്റായിട്ട് ഇങ്ങനെ മെല്ലെ മുകളിലെത്തുമ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ ഇവരുടെയും കാട്ടും 2 കാർട്ട് മുകളിലാണ്, താഴെയല്ല 2 കാർട്ട് മുകളിലാണ്. വേറെ ഒരാൾ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടായിരുന്നു, അപ്പോൾ ഞാനും അവരുടെയും കൂടി വേറൊരു കാർട്ടിലാക്കി കേട്ടോ ഗൈസ്. അവിടെയൊക്കെ നോക്കി ഇവിടെ നിന്ന് ആ ഒരു വ്യൂ നല്ല രസമുണ്ട് ഗൈസ്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഫീല്. അപ്പുറത്തെ വളരെ സ്ലോ ആണ്, അപ്പുറത്ത് ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. അപ്പുറത്തെ പാലക്കാട് ഫെസ്റ്റ്, ഇവിടത്തെയാണ് ബെറ്റർ ഗൈസ്. ഞാൻ അവിടെ നിന്ന് ഇവരുടെ കുറേ നോക്കണ്ട. അർജാൻ്റെ റിയാക്ഷൻ കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു, ബട്ട് പറ്റിയില്ല ഗൈസ്. കണ്ട ഗൈസ്, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉള്ളത് ഗൈസ്. അപ്പുറത്ത് ഒന്നുമില്ല. മറ്റിപ്പോൾ കാണുന്നത് മൊത്തം ഇവിടുത്തെ കേട്ടോ. അപ്പുറത്തെ സൈഡ് ഇവിടെ അവിടെ ഒന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇറ്റ്സ് ജസ്റ്റ് വേസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്നിട്ട് ഗൈസ് നമ്മൾ ഇറങ്ങി, നമ്മൾ കുറച്ച് കുടുംബക്കാരനെയൊക്കെ കണ്ടു കേട്ടോ ഗൈസ്. പിന്നെ എൻ്റെ കൂടെ ഒരു കുട്ടീനെ കണ്ടു കേട്ടോ ഗൈസ്, നല്ല ക്യൂട്ടായിട്ട് കേട്ടോ ഗൈസ്. എന്നെ കണ്ടത് എൻ്റെ അടുത്തേക്ക് വന്നു കേട്ടോ ഗൈസ്. എനിക്ക് ഈ ചെറിയ കുട്ടികളെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഗൈസ്. അവരുടെ ഈ ക്യൂട്ട്നെസ്സും കാര്യങ്ങളും. ഞാൻ എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചിരുന്നു ഗൈസ്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഗൈസ്. നമ്മളിനി ഫുഡ് പുറത്തുനിന്ന് കഴിക്കുക. ഫസ്റ്റ് ബ്രോസ്റ്റഡ് ആയിരുന്നു പ്ലാനിങ്. എന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഈ ലോഡഡ് ഫ്രൈസ് വേണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ ഒരു ഇത് ട്രൈ ചെയ്യാൻ പോയി. ലോഡഡ് ഫ്രൈസ് കിട്ടിയില്ല. നമ്മൾ അവിടെ പോയി എന്നിട്ട് ലോഡഡ് ഫ്രൈസ് കിട്ടിയില്ല. അതായിരുന്നു മെയിൻ കോമഡി ഗൈസ്. ലോഡഡ് ഫ്രൈസ് അവിടെ ഇല്ല. ആകെ എനിക്ക് മസാല പറഞ്ഞിട്ടൊരു ഇതായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ പേഴ്സണലി വലിയ ഇഷ്ടമായൊന്നുമില്ല. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്താണെന്നറിയില്ല, ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗുഡ്. ബട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഗൈസ്. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.